Hello everyone, welcome to Central Government Job Updates. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് DFCCIL എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേയുടെ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, അതിലേക്കുള്ള ഒരു പോസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത്യാവശ്യം വാക്കൻസീസ് ഉണ്ട്. ഈ പറയുന്ന ITI അതുപോലെ CCA പോലെയുള്ള അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ചെയ്തവർക്ക് പറ്റിയ ഒരു പോസ്റ്റാണ്. കാരണം റെയിൽവേയുടെ അണ്ടർടേക്കിങ്ങിൽ വരുന്നത് കൊണ്ട് തന്നെ റെയിൽവേ ഇപ്പോൾ ഗ്രൂപ്പ് ഡി വിളിച്ചു, മെയിൻ ആയിട്ടുള്ള എക്സാമിനേഷനായ ഗ്രൂപ്പ് ഡി വിളിച്ചു, അതേ കണക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു റെയിൽവേയുടെ കീഴിൽ വരുന്ന ഒരു എക്സാമിനേഷൻ തന്നെയാണ് DFCCIL എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് വിശദമായിട്ട് അറിയാം. എന്താണ് DFCCIL എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഡെഡിക്കേറ്റഡ് ഫ്രീറ്റ് കൊറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ട്, നിങ്ങൾക്കറിയാലോ റെയിൽവേ ലൈൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് കാർഗോസും നമ്മുടെ ഗുഡ്സും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവണം. ഈ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ പോലെ ഏറ്റവും റെയിൽവേ റൂട്ടിൽ തന്നെ എന്തുണ്ട്, വെസ്റ്റേണിലും ഈസ്റ്റേണിലും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു എന്താണ് ഫാസ്റ്റസ്റ്റ് റൂട്ട് ഉണ്ടാവണം. ആ റൂട്ടിലുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ഡെഡിക്കേറ്റഡ് ഫ്രീ കൊറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വേക്കൻസിയാണ്, 642 വേക്കൻസി കൊടുത്തിരിക്കുന്നത്. MTS സ്റ്റാഫ് ഉണ്ട്, മൾട്ടി ടെക്നിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഉണ്ട്, ജൂനിയർ മാനേജർ പൊസിഷൻസ് ഉണ്ട്. ഈ 3 പോസ്റ്റിലേക്കാണ് MTS, നമ്മുടെ ജൂനിയർ മാനേജറും എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുമാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. DFCs എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റെയിൽവേ ട്രാക്ക് തന്നെയാണ്, ഡിസൈൻഡ് സോൾലി ഫോർ ഫ്രീ ട്രാൻസ്പോർട്ട്. ഫ്രീറ്റ് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും സ്പീഡിലുള്ള കാരേജ്, ഈ പറയുന്ന പോലെ തന്നെ വേഗൻസ് പോലെയൊക്കെ ഉള്ള കാരേജ് ആയിട്ടുള്ള ഈ കാർഗോസ് പോലെയുള്ള സംഭവങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്. ഏറ്റവും ഈ പറയുന്ന പോലെ പീപ്പിൾസിനെ കൊണ്ടുപോകുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഗുഡ്സ് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയായിട്ടുള്ള പർപ്പസിന് വേണ്ടിയാണ് ഇവരെ എന്ത് ചെയ്തിരിക്കുന്നത്, അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളൊരു കാര്യമല്ലേക്ക് ഇങ്ങനത്തെ ട്രെയിൻ ലൈൻസ് ഉള്ളതെന്ന് പറയുക. അപ്പോൾ ദ ഡെഡിക്കേറ്റഡ് ഫ്രീ കോറിഡോർസ് ഇൻ ഇന്ത്യ ആർ എ നെറ്റ്വർക്ക് ഓഫ് ഇലക്ട്രിക് ബ്രോഡ് ഗോജ് ഫ്രീറ്റ് റെയിൽവേ ലൈൻസ് ദാറ്റ് സോൾലി സെർവ് ഫ്രീ ട്രെയിൻസ്. ഫ്രീ ട്രെയിൻസ് ആണ് ശരിക്കും ഫ്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രെയിൻ പോലെയുള്ള ഒരു മെയിൻ കാര്യമാണ് പറയുന്നത്. ഏറ്റവും ഇൻ്റർനാഷണൽ കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന പ്രോഡക്റ്റ്സ്, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, അങ്ങനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ട്രെയിൻസ് ആയിട്ടാണ് പറയുന്നത്. ദസ് മേക്കിംഗ് ദ ഫ്രീറ്റ് സർവീസ് ഇൻ ഇന്ത്യ ഫാസ്റ്ററും എഫിഷ്യൻറ്റും ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉള്ളത്. ദീസ് കൊറിഡോർസ് യൂട്ടിലൈസിംഗ് ഡബിൾ സ്റ്റേ കണ്ടെയ്നർ ആൻഡ് ഹെവി ഹോൾ ട്രെയിൻസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇൻക്രീസ് കപ്പാസിറ്റി ആൻഡ് എൻഷുർ ഫാസ്റ്റർ ഫ്രീ ട്രാൻസിറ്റ്, അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിലേക്കാണ് നമുക്കിപ്പോൾ ക്ഷണം വന്നിട്ടുള്ളത്. നല്ല സാലറി പാക്കേജോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അത്യാവശ്യം ക്വാളിഫിക്കേഷനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഡെഡിക്കേറ്റഡ് ഫ്രീ കൊറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ് ജൂനിയർ മാനേജറാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. വാക്കൻസീസ് എന്ന് പറയുന്നത് 642 ആണ്. കാറ്റഗറി വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോബ് തന്നെയാണ് വരുന്നത്. കാരണം റെയിൽവേ വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട്, അതിൻ്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വരുന്നത് കൊണ്ട് തന്നെ ഇത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അത് കഴിഞ്ഞ് പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഡേറ്റ്സ് വരുന്നത് 18 ജനുവരി 18 തൊട്ടേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി എത്ര ദിവസം വരെ ഉണ്ട്, 16 ഫെബ്രുവരി വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. അപ്പം ഒട്ടും വൈകിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ചെയ്യേണ്ടവർ ഏത് വെബ്സൈറ്റ് കാണണം, ഈ പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റായ https.dfccil.com എന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു എന്തുണ്ടായിരിക്കും, വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കും. ഈ ഒരു പോസ്റ്റും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കും. അതിൽ കയറി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ഇതിൽ വരുന്ന സ്റ്റേജസ് അറിയുക. ചാടിക്കയറി അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളുക. എന്തൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്നൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് CBT 1, CBT 2. നമ്മുടെ ഗ്രൂപ്പ് ഡി ആകുമ്പോൾ ഒറ്റ സ്റ്റേജ് എക്സാമിനേഷനാണ്. അതേസമയം ഇതെന്ന് പറയുന്ന സാലറി കൂടുതലായതുകൊണ്ട് തന്നെ CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഒരു സ്റ്റേജ് ഉണ്ട്, രണ്ടാമത്തെ സ്റ്റേജ് ഉണ്ട്. പിന്നെ എന്തുണ്ട്, ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആർക്കുണ്ട്, MTS പോസ്റ്റിനാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അതിന് MTS പോസ്റ്റിന് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് എന്തുണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന സ്റ്റേജുകളുണ്ട്. MTSന് മാത്രമേ ഫിസിക്കൽ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് CBT 1, CBT 2 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് കേട്ടോ. ഇത്രയാണ് വരുന്നത്. വെബ്സൈറ്റ് മറക്കണ്ട. നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ കയറി അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത്
ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് ആലോചിക്കുക. DFCCLന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് 13th January ആണ് ഡേറ്റ് പറഞ്ഞിരുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആയത് 18th Januaryക്കാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16 February ആണ്. 16 വരെ, ഫെബ്രുവരി 16 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. 11:45 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, രാത്രി 11 മണി. പക്ഷെ അതുവരെ ഒന്നും പോവാണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഫെബ്രുവരി 1 or 2 ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കറക്ഷൻ വിൻഡോ വരുന്നത് 23 to 27 February ആണ്. CBT 1 എക്സാമിനേഷൻ ഡേറ്റും റിലീസ് ചെയ്തിട്ടുണ്ട്. ഏപ്രിലിൽ കണ്ടക്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏപ്രിലിൽ കണ്ടക്ട് ചെയ്യും എന്നുള്ള കാര്യം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെന്റ്, RRB അല്ല ഈ എക്സാം നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ കറക്റ്റ് സമയത്ത് അവർ നടത്തും. DFCCLകാരാണ് നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ ടൈമിൽ അവർ നടത്തിക്കോളും. റെയിൽവേ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഒരു പ്രോജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി അടുത്ത CBT 2 എന്ന് പറയുന്നത് പിന്നെ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്ടോബർ നവംബർ ആവുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടു ബി നോട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, ഫിസിക്കലൊക്കെ എപ്പോഴാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം അറിയുക. ഇനി അടുത്ത് ഇതിൻ്റെ വാക്കൻസി ലിസ്റ്റിംഗ് ആണ് പറയുന്നത്. എന്തിനാണ് ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS ആണ്. MTSന് 194 വാക്കൻസി UR ജനറൽ കാൻഡിഡേറ്റ്സിനുണ്ട്. SCക്ക് 70 ഉണ്ട്, STക്ക് 32 ഉണ്ട്. OBC NCLകാർക്ക് നോൺ ക്രീമി ലെയറുകാർക്ക് എന്തുണ്ട്, 122 പോസ്റ്റുകളുണ്ട്. EWSന് 46 പോസ്റ്റുകളുണ്ട്. അങ്ങനെ ടോട്ടൽ 464 വാക്കൻസി ആർക്കുണ്ട്, MTSകാർക്ക് വേണ്ടി ഉണ്ട്. MTS പ്രയോറിറ്റി കൊടുക്കുന്നവർക്കുണ്ട് കേട്ടോ. പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ PWD ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റിക്കാർക്ക് 33 വാക്കൻസി, എക്സ് സർവീസ് മാൻ 113 വാക്കൻസിയും MTS പോസ്റ്റിലുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞു, MTS ഉണ്ട്, എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഉണ്ട്, ജൂനിയർ മാനേജർ പോസ്റ്റ് ഉണ്ട്. എക്സിക്യൂട്ടീവിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എക്സിക്യൂട്ടീവിൽ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻകാരുണ്ട്, എക്സിക്യൂട്ടീവിൽ സിവിലുകാരുണ്ട്. അപ്പോൾ സിവിൽ, ഇലക്ട്രിക്കൽ, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വരുന്നത് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അതൊക്കെ പഠിച്ചവർക്കായിരിക്കും അവിടെ ചാൻസ് എന്ന് ആലോചിക്കുക. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ അവരുടെ വാക്കൻസി എന്ന് പറയുന്നത് ഇലക്ട്രിക്കലുകാർക്കാണെങ്കിൽ 64, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സുകാർക്കാണെങ്കിൽ 75, സിവിൽ ആണെങ്കിൽ 36 വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. ജൂനിയർ മാനേജർ ഫിനാൻസിൽ ആകെ 3 വാക്കൻസി വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്താണ്, UR കാൻഡിഡേറ്റ്സിന് 1 വാക്കൻസി, OBC NCLന് 2 വാക്കൻസി. അങ്ങനെയാണ് ആ ഒരു വാക്കൻസി ലിസ്റ്റിംഗ് കൊടുത്തിരിക്കുന്നത്. വാക്കൻസി നോക്കുക, നിങ്ങളുടെ ആ ഒരു എന്താണ് കാസ്റ്റിൻ്റെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ വാക്കൻസി വിളിച്ചിട്ടുള്ളത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനും നമ്മുടെ എക്സിക്യൂട്ടീവ്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലും ആണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഓൺ 1/7/2025 ബേസിസിലാണ് പറയുന്നത് കേട്ടോ. 1/7/2025 നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 18 വയസ്സിനും 33നും ഇടയ്ക്കാണെന്നുള്ളൊരു കാര്യമാണ് MTSന് പറയുന്നത്. 18 to 33 വർക്ക് MTSന് അപ്ലൈ ചെയ്യാം. എക്സിക്യൂട്ടീവ് ആൻഡ് ജൂനിയർ മാനേജർ പോസ്റ്റിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 18 to 30 വയസ്സിലുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. 1/7/2025 നിങ്ങളുടെ വയസ്സ് 18നും 30നും ഇടയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ടീവ് ആൻഡ് ജൂനിയർ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്ത നെയിം ഓഫ് പോസ്റ്റും അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസും കൊടുത്തിട്ടുണ്ട്. MTS ആണെങ്കിൽ 500 രൂപയാണ് പറയുന്നത് കേട്ടോ. MTSകാർക്ക് 500 രൂപയും എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജൂനിയർ മാനേജർമാർക്ക് 1000 രൂപയുമാണ് കേട്ടോ. MTS എന്ന് പറയുന്നത് 500 രൂപയും എക്സിക്യൂട്ടീവ് ആൻഡ് ജൂനിയർ മാനേജറിന് 1000 രൂപയാണ്. പൈസയ്ക്കൊന്നും ഇളവൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, റിലാക്സേഷൻ. അതേസമയം ഏജിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ SC STക്ക് ആണെങ്കിൽ എത്ര വർഷം, 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് ആണെങ്കിൽ എത്ര വർഷത്തിൻ്റെ റിലാക്സേഷൻ, 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ എക്സ് സർവീസ് മാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. PWD കാൻഡിഡേറ്റ്സിനും ആ പറയുന്ന പോലെ ഒരു 10 വർഷത്തിൻ്റെയും 15 വർഷത്തിൻ്റെയും റിലാക്സേഷൻ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇനി അടുത്ത് പോസ്റ്റ് നെയിം എന്താണ്, അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രത്യേകം കാറ്റഗറി അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ MTS ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, MTS പോസ്റ്റ് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദ 10th മെട്രിക്കുലേഷൻ. 10ാം ക്ലാസ് എന്ത് ചെയ്യണം, 10ാം ക്ലാസ്സും പഠിച്ചിരിക്കണം. അതിൻ്റെ ഒപ്പം എന്തും ചെയ്തിരിക്കണം, 1 year ഡ്യൂറേഷൻ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ആയവരായിരിക്കണം. 10ാം ക്ലാസ് പ്ലസ് CCAA കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ 10 + CCAA
AA ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ITA കാർക്ക് NCVT-യോ SCVT-യിലോ പഠിച്ച ITA കാർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉള്ളവർക്ക് ഉള്ള എല്ലാ ITA NCVT SCVT കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അവർ എന്ത് ചെയ്യേണ്ട, അപ്രന്റീഷിപ്പ് ചെയ്യണമെന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞവർ അപ്രന്റീഷിപ്പും കൂടെ ഉള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ITA-യിൽ 60% മാർക്ക് മേടിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 3 വർഷത്തിന്റെ ഡിപ്ലോമ എന്തിനുണ്ടായിരിക്കണം, ഇലക്ട്രിക്കൽ കാറ്റഗറി, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ സപ്ലൈ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, എന്തുവാണെങ്കിലും ഇലക്ട്രിക്കൽ സ്ട്രീമിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വിത്ത് 60% മാർക്ക്. 60% മാർക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം അവരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഡിപ്ലോമ, 3 വർഷത്തിന്റെ ഡിപ്ലോമ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്, TV എഞ്ചിനീയറിംഗ്, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, സൗണ്ട് ആൻഡ് TV എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനത്തെ സയൻസ് ആൻഡ് ടെക്നോളജി, ITയോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ എന്തെങ്കിലും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്ത് നോക്കണം, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കി മാത്രം വയ്ക്കണം കേട്ടോ. ഇനി അടുത്ത സിവിൽ ആണെങ്കിൽ നിങ്ങൾ എന്താണ്, സിവിലിനാണെങ്കിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ഡിപ്ലോമ, 3 years ഡിപ്ലോമ. എന്തിനാണ്, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താണ്, സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ ട്രാൻസ്പോർട്ടേഷനിലോ, സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലോ, സിവിൽ എഞ്ചിനീയറിംഗ് പബ്ലിക് ഹെൽത്തിലോ, സിവിൽ എഞ്ചിനീയറിംഗ് വാട്ടർ റിസോഴ്സിലോ എന്തിലെങ്കിലും ചെയ്തവർ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ ഫീൽഡ് പഠിച്ചവർ, സിഗ്നൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ടെലികമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. എക്സിക്യൂട്ടീവ് ആണെങ്കിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്, സിവിൽ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന ജൂനിയർ മാനേജർ, കുറച്ച് പോസ്റ്റിൽ വിളിച്ചിട്ടുള്ള ജൂനിയർ മാനേജറിന് വേണ്ടത് എന്താണ്, മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് CA, ICWO, CS, MBA എന്നൊക്കെ പറയുന്ന ഫിനാൻസിൻ്റെ തന്നെ PG ഡിപ്ലോമ എടുത്തവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സാംസുകൾ ക്വാളിഫൈ ആവണം, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ CSO, MBAയോ അതെന്തെങ്കിലും നിങ്ങൾ ഡിപ്ലോമ ഇൻ ഫിനാൻസോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും 3 വേക്കൻസിയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, നമുക്ക് മെഡിക്കൽ ചെക്കിംഗ് ഉണ്ട്, റെയിൽവേയിലാണ് ജോലി, അതുകൊണ്ട് മെഡിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടി ടാസ്കിങ് സ്റ്റാഫിനാണെങ്കിൽ A2 സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം, മൾട്ടി ടാസ്കിങ് സ്റ്റാഫിനാണെങ്കിൽ A2 ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട് കേട്ടോ. മൾട്ടി ടാസ്കിങ് ആണെങ്കിൽ A2 ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അതെന്ത് വർക്കാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് പണിയുള്ള വർക്കാണ്, ഫിസിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ടാണ് A2 സ്റ്റാൻഡേർഡ് ചോദിക്കുന്നത്. A2 എന്ന് പറയുമ്പോൾ എന്തേ പാടുള്ളൂ, വിത്തൗട്ട് ഗ്ലാസസ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. വിഷൻ്റെ പവർ ഭയങ്കരമായിട്ടും ചെക്ക് ചെയ്യും. 6/12 എന്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, വായിക്കേണ്ടി വരും. 6/12 അല്ല, 6/6 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വായിക്കേണ്ടി വരും. അതുകൊണ്ടാണ് A2 എന്താണ്, വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് പ്രോപ്പർ വിഷൻ ഉണ്ടായിരിക്കണം. ലെഫ്റ്റും റൈറ്റ് ഐസിനും എന്തുണ്ടായിരിക്കണം, പ്രോപ്പർ വിഷൻ, കളർ ബ്ലൈൻഡ്നെസ് ഒന്നും പാടില്ല. അങ്ങനെ പ്രോപ്പർലി വായിക്കാൻ കഴിവുള്ളവരായിരിക്കണം A2കാർ. A3 ആകുമ്പോൾ വിത്ത് ഗ്ലാസസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. വിത്ത് ഗ്ലാസ്സാണ്, വിത്ത് ഗ്ലാസ് നിങ്ങൾ 6/9 വായിച്ചാൽ മതി എന്നുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും വരുന്നത്. 6/9 വരെ ഉള്ളത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം എന്നുള്ളൊരു കാര്യം. ഇനി A3 ഇത് ഇത്ര എന്താണ്, A3 ആണ് നമ്മുടെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനും സിവിലും ഒക്കെ A3 കാൻഡിഡേറ്റ്സ് ആണ്. വിത്ത് ഗ്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതായത് വിഷൻ ഓക്കെ ആയിട്ടുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. 6/9 വായിക്കാൻ പറ്റുന്നവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ജൂനിയർ മാനേജർ ആണെങ്കിൽ ഒന്നുമില്ല, C1 കാൻഡിഡേറ്റ്സ് ആണ്. C1 എന്ന് പറഞ്ഞാൽ തീരെ എന്താണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് നോർമലി ഉള്ള എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ്. C1 6/12 6 ഇങ്ങ് താഴെ കിടക്കുന്നതാണ്, അതൊക്കെ നമുക്ക് ഓക്കെ ആണ്, നമുക്ക് വായിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഇത്രയാണ് A കാറ്റഗറിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അതും MTSന് A2 വേണം. A2ൻ്റെ ക്വാളിഫിക്കേഷൻ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അപ്ലൈ ചെയ്യാവൂ കേട്ടോ. വിത്തൗട്ട് ഗ്ലാസസ് ഉള്ളവർക്ക് മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റൂ. വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾ 6/9 എന്തോ വായിക്കേണ്ട ആവശ്യമുണ്ട്. ലെഫ്റ്റും റൈറ്റും 6/9 ആണ് വിത്തൗട്ട് ഗ്ലാസസ്. ഗ്ലാസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത്രയും ദൂരം വരെ വായിക്കണം, മിസ്റ്റേക്ക് ഇല്ലാണ്ട്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളുക.
ഇനി അടുത്ത് എന്താണ് ഇതിന്റെ സാലറി എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സാലറി സ്കെയിൽ വരുന്നത് ജൂനിയർ മാനേജറിന് E2 ലെവൽ ആയതുകൊണ്ട് തന്നെ 50,000 നിന്ന് തുടങ്ങി 1,60,000 വരെ കിട്ടുന്ന സാലറി പാക്കേജിംഗ് ആണ് ബേസിക് പേ, അതായത് മന്ത്ലി പേ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് ആകുമ്പോൾ E0 ലെവൽ ആയതുകൊണ്ട് 30,000 തൊട്ട് 1,20,000 വരെയാണ് വരുന്നത്. അതേസമയം MTS നമ്മുടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആണെങ്കിൽ എന്താണ് 16,000 തൊട്ട് 45,000 വരെ വരുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് N1 ലെവലിലുള്ള മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് MTSനുള്ള സാലറി എന്ന് പറയുന്നത്. 16,000 നിന്ന് തുടങ്ങി 45,000 വരെ ബേസിക് പേ ആണ്. ഇൻഹാൻസ് സാലറി കൂടുതലായിരിക്കും വരുന്നത് കേട്ടോ, കയ്യിൽ കൂടുതൽ കിട്ടും എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. CBT 1-ന് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സുകൾ മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, GK ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ GK ഉണ്ട്, GS ജനറൽ സയൻസ് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്, നോളജ് അബൌട്ട് റെയിൽവേയും DFCCL-നെ കുറിച്ചൊക്കെ ഉള്ള ഒരു നോളജ് 10 മാർക്കിന് ചോദിക്കും. അപ്പോൾ 30 മാർക്ക് മാത്സ്, 30 മാർക്ക് റീസണിങ്, ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും GKയും എത്ര മാർക്കിന് 30 മാർക്കിന്, GKയും GSും കൂടെ കൂട്ടിയിട്ട് 30 മാർക്ക്. അങ്ങനെ ടോട്ടലി എത്ര മാർക്കാണ് 10 മാർക്ക് നോളജും കൂടെ ആകുമ്പോൾ 100 മാർക്കിന് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് വരുന്നത്. 90 മിനിറ്റ് 1.5 മണിക്കൂറാണ് നിങ്ങളുടെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, 1.5 മണിക്കൂർ. എത്ര മിസ്റ്റേക്ക്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. നെഗറ്റീവിന് 1/4 ആണ് കേട്ടോ, 1/4 ആണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളെ. ഇത്രയും സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്. ബാക്കി എല്ലാ റെയിൽവേ എക്സാംസിനും പഠിക്കുന്ന പോലെ തന്നെയാണ് ഇതിനും പഠിക്കേണ്ടത്. പിന്നെ എടുത്ത് നോളജ് അബൌട്ട് റെയിൽവേസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത് നമ്മുടെ CBT 2 രണ്ടാമത്തെ ടയർ എക്സാംസിന് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം ശ്രദ്ധിച്ചോളുക. അതിന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ നോളജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എന്ന് പറയുന്നത് എത്രയാണ് 24 മാർക്കിന് ചോദിക്കുകയാണ്. ജൂനിയർ മാനേജറിനും എക്സിക്യൂട്ടീവിനും, മാനേജറിന്റെ എക്സിക്യൂട്ടീവ് പോസ്റ്റിന് സെയിം ആണ് കേട്ടോ. GKയും റീസണിങ്ങും കൂടെ ചേർത്തിട്ടാണ് ചോദിക്കുന്നത്. 24 ക്വസ്റ്റ്യൻസ് 24 മാർക്കിന്. ബാക്കി ഡൊമൈൻ റിലേറ്റഡ്, അതായത് നിങ്ങളിപ്പോൾ സിവിൽ ആണോ പഠിച്ചത്, ഇലക്ട്രോണിക്സ് ആണോ പഠിച്ചത്, അല്ലെങ്കിൽ ഈ പറയുന്ന സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണോ പഠിച്ചത്, അതിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും 96 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക 96 മാർക്കിന് കേട്ടോ. അപ്പോൾ അങ്ങനെ 120 മിനിറ്റ് ആണ് അതിന് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പോൾ 120 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റ് ആണ്. 1/4 ആണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത MTS പോസ്റ്റിനാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നേരത്തെ പഠിച്ചോളൂ, കാരണം ഇവർക്ക് ഒരു ട്രേഡ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് എന്തൊക്കെയാണ് വരുന്നത്, മാത്സ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ലോജിക്കൽ റീസണിങ്, നോളജ് അബൌട്ട് റെയിൽവേസ്, DFCCL 120 മാർക്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ചിലപ്പോൾ MTS പോസ്റ്റിന് എന്തുണ്ടാവില്ല, ടയർ 2 ഉണ്ടാവത്തില്ല. അവർ ചിലപ്പോൾ എന്തായിരിക്കും ഡയറക്റ്റ് ഫിസിക്കലായിരിക്കും നടത്തുന്നത്. ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളുക. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈഡിൽ ഇങ്ങനെയാണ് കിടന്നത്. അതുകൊണ്ട് അത് കൃത്യമായി പഠിച്ചോളുക. സെയിം എന്താണോ മുന്നേ പഠിച്ചത് അത് 100 മാർക്കിനാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് 120 മാർക്കിനായിരിക്കും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഉണ്ട് കേട്ടോ, MTSനും CBT 2 ഉണ്ട്. CBT 2 ഇങ്ങനെ തന്നെയാണ് വരുന്നത്. 120 ക്വസ്റ്റ്യൻസ് 120 മാർക്കിന്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ഫിസിക്കലുണ്ട്. ഓക്കെ, ഫിസിക്കൽ ഉണ്ടെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് MTS, ഇത് ജൂനിയർ മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. ഇനി MTSന് വേണ്ടി മാത്രമുള്ള ടാസ്കുകളാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ഈ പറയുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ലിഫ്റ്റ് ആൻഡ് കേരി, നമ്മൾ ഈ ഗ്രൂപ്പ് ഡിയിൽ വരുന്ന ഫിസിക്കൽ പോലെയാണ്. മസ്റ്റ് ലിഫ്റ്റ് ആൻഡ് കേരി 35 കിലോ വെയിറ്റ് ഫോർ 100 മീറ്റർ വിത്തിൻ 2 minutes വിത്തൗട്ട് ഡ്രോപ്പിംഗ് ഇറ്റ് 1 ചാൻസ്. അത് ഒരു ഒറ്റ ചാൻസിൽ തന്നെ വെയിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 35 കിലോ 100 മീറ്ററിൽ എത്ര മിനിറ്റ് കൊണ്ട് പോകണം, 2 മിനിറ്റ് കൊണ്ട് പോകണം. 35 കിലോ 100 മീറ്ററിൽ 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം എന്നുള്ളൊരു കാര്യവും. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡിൽ ഓടിയെത്തണം. 1000 മീറ്റർ 4 മിനിറ്റിലും 15 സെക്കൻഡിൽ ഓടിയെത്തണം. ഒരു അറ്റംപ്റ്റേ നിങ്ങൾക്ക് ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഫീമെയിൽസിനാണെങ്കിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ലിഫ്റ്റ് ആൻഡ് കേരി 20 കിലോ വെയിറ്റ് ഫോർ 100 മീറ്റേഴ്സ് വിത്തിൻ 2 minutes. 20 കിലോ 100 മീറ്റർ 2 മിനിറ്റ് ടൈം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കാൻഡിഡേറ്റ്സ് റൺ 1000 മീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യണം. 5 മിനിറ്റ് 40 സെക്കൻഡ് ടൈം വേരിയേഷൻ ഉണ്ട് മെയിലും ഫീമെയിലിനും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ എന്ത് വരുന്നത്, ഡീറ്റെയിൽസ് വരുന്നത്. ഫിസിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും എല്ലാം കൃത്യമായി വരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ചാൻസ് ആണ്, നല്ലൊരു ചാൻസ് ആണ്. അത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്.
അപ്പോൾ ആ കാര്യമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഫോളോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ PDF കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കുക. അതിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.